ആന അവിടെ നിൽപ്പുണ്ട്, അരുവി സൈഡിൽ ആന നിൽപ്പുണ്ട്. ആന നിൽപ്പുണ്ട്, പക്ഷേ എങ്ങനെ അവിടേക്ക് പോകാൻ പറ്റുമെന്ന് അറിയില്ല. ഓക്കെ സ്ഥലമുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് വനമേഖലയിലാണ്. ഈ ഏരിയയിലൊക്കെയാണ് ആന കാട്ടിൽ നിന്നും നാട്ടിലേക്ക് ഇറങ്ങുന്നത്. ഇവിടെയുള്ള കൃഷിയിടങ്ങളൊക്കെ നശിപ്പിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇവിടൊക്കെയാണ് ആന ഇറങ്ങുന്ന സ്ഥലം. എന്താണ് അതിന്റെ വിശദാംശം? അതെ, ആനയും വേറെ എന്തൊക്കെ വന്യജീവികൾ അവിടെ ഇറങ്ങുന്നത്? ആന, പുലി, കരടി ഇറങ്ങും. പുലി ഇറങ്ങും. ആ, ഇപ്പൊ ഉണ്ടോ? ഉണ്ട്, ഇപ്പോഴും ഉണ്ട് ഇവിടെ ഉണ്ട്. നമുക്ക് ആനയൊക്കെ ഒന്ന് കാണാൻ പറ്റുമോ? ആനനെ കാണുകയാണെങ്കിൽ മുകളിലേക്ക് പോകണം. വൈകുന്നേരം സന്ധ്യ സമയത്ത് ഇതിൽ കൂടെ വരിക, സഞ്ചരിക്കുക. ഈ സമയത്ത് ഉണ്ടാവണമെങ്കിൽ എന്തായാലും മുകളിൽ പോയി നോക്കണം. ഇപ്പൊ നോക്കിയാലോ നമുക്കൊന്ന്? ഓക്കെ. എന്താ ഈ സൗണ്ട് കേൾക്കുന്നേ? മയിലിന്റെ ആണോ അത് വേറെ എന്തെങ്കിലും മൃഗത്തിന്റെ ആണോ? മയിലാണ്. ഇത് ആന വന്ന വഴിയാ. ആന വന്നിട്ട് വേലി ഒരു ആന പോയ വഴിയാണിത്. കാട്ടാനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന സഞ്ചാരപാതയാണിത്. വേലിയൊക്കെ പൊളിച്ചിട്ടാണ് പോയിരിക്കുന്നത്. ഓക്കെ, അവിടെ താഴെ മേലെ നദി കൂടെ വരിക. താഴെ വീടുകളുണ്ട്. അതാണ് മല, ആ കാണുന്ന മല. വരികയാണെങ്കിൽ താഴെ കൂടെ ഇതിൽ കൂടെ ഇറങ്ങിയിട്ട് മലയിലാണോ ആന താമസിക്കുന്നത്? ആ അതെ, ഇതിന് മേലെയാ. കുറെ ഉണ്ട്. ഒരു ഈ മലയുടെ കൊണ്ടല്ലേ ആന എങ്ങനെ കയറുന്നത്? വഴിയുണ്ട് കേട്ടോ, മേലേക്ക് കയറാൻ വഴിയുണ്ട്. ആനക്ക് കയറാനുള്ള വഴിയുണ്ട്. ഫുഡ് വെള്ളം എല്ലാം അവിടെ തന്നെ ഉണ്ടല്ലോ. ആന എങ്ങനെ പാവമാണോ ഭയങ്കര? പാവം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റില്ല. ഒരാനയുണ്ട്, അത് ഇത്തിരി ഡേഞ്ചറാ. ആണോ? ആ, ഈ ഇടയ്ക്ക് ഇവിടെ നിന്ന് ഒരാളെ കൊന്നു. ഒരാളെ കൊന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറയാൻ പാടില്ല, മരിച്ചു. ആന ചവിട്ടിക്കൊന്നായിരുന്നു, മരിച്ചു. അങ്ങനെ പറയണല്ലേ? ഈ ആനയുടെ മുമ്പിൽ പോയി നമ്മൾ എങ്ങനെ രക്ഷപ്പെടുന്നേ? അതോ നമ്മൾ പോകുന്ന വഴി ആനയെ കാണുകയാണെങ്കിൽ നിങ്ങളൊക്കെ എന്താ ചെയ്യുന്നേ? ആനക്ക് പ്രത്യേകിച്ച് രക്ഷപ്പെടും അല്ലേ? ഓടും. ആന കണ്ടെങ്കിൽ ഓടും. അറിയില്ല, മേലെ ഉണ്ടാവും, എന്തായാലും ഉണ്ടാവും. വഴിയാണ് പ്രശ്നമില്ല. മേലെ കയറിയിട്ട് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ആരായാലും ഒന്ന് പതിക്കില്ലേ. ആ, മേലെ കയറാം. അവിടേക്ക് പോവാ, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോയാൽ മതി. ഇതാണ് പ്രസ്യ എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു സ്ഥലവാസിയാണ്. എങ്ങനെയാണ് വന്യജീവികളുടെ ഇവിടുത്തെ ഒരു ശൈലി എന്ന് പറയുന്നത്? ഇവിടെ ഭയങ്കരമായിട്ടുണ്ട് ആനശല്യവും ഇതൊക്കെ. ഡെയിലി ഇപ്പൊ ഇവിടെ വരുന്നത് ആന മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാ പുലിയൊക്കെ വരും. പുലിയൊക്കെ ഇല്ല. ആന കണ്ടിട്ടുണ്ട്. എത്ര മണിക്ക് അത് വരുന്നത്? രാത്രി ചില സമയത്ത് 8:30 ആ സമയത്ത് വരും. അത് കഴിഞ്ഞ് പിന്നെ പുലർച്ചെ ആ സമയം വരും. വന്നിട്ട് എന്ത് ചെയ്യും? അത് ഇതിൽ കൂടെ അങ്ങനെ വരും. പിന്നെ അപ്പുറത്ത് കൂടെ പോയി കഴിഞ്ഞാൽ കുറെ വാഴത്തോട്ടവും ഇതൊക്കെയുള്ളത്. ആദ്യം അങ്ങനെ കയറി വാഴയൊക്കെ നശിപ്പിച്ച് പിന്നെ നിങ്ങൾ വന്ന ആ റൂട്ടൊക്കെ വരും. ഇല്ല, മനുഷ്യരനെ അങ്ങനെ ഇതായിട്ട് കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. പിന്നെ ഈ പരിസരത്ത് തന്നെ ഒരു പശുക്കുട്ടി ഉണ്ടായിരുന്നു, അതിനെ ആക്രമിച്ചിട്ട് അങ്ങനെ പോയി ഒരാഴ്ച മുന്നേ. പശുക്കുട്ടിയെ ആക്രമിക്കും അല്ലേ? നിങ്ങൾക്ക് ജീവിക്കാൻ പേടിയുണ്ടോ? ഉണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാ, ഇവിടെ ജീവിക്കേണ്ടി വരുന്നല്ലേ? എവിടെ വീട്? ഈ പരിസരത്ത് നിങ്ങൾ വന്ന റൂട്ട് തന്നെയാണ്. അവിടെ ഇതിനടുത്ത് തന്നെയാണല്ലേ? ആക്ച്വലി എന്താ സംഭവം? ഇത് ആന വന്ന വഴിയാ. ഇതിൽ കൂടെ ആനന്റെ കാലാടിയുള്ള അത് കാണുന്നത്. ഇത് കാണുന്നത് ആനന്റെ കാലാടിയുള്ള. ക്യാമറ നടത്തോട്ട് വന്നേ. ഇതാണ് ആനയുടെ കാൽപ്പാടല്ലേ? കാൽപ്പാട്. എനിക്കൊന്ന് വലിയ ആനയാന്ന് തോന്നുന്നു. കാരണം ഇത്രയും വലിയ കാൽപ്പാട് ഉണ്ടോ? വലുതാണ്. അതെ. ഇവിടുന്ന് എങ്ങോട്ടാ പോരിക്കാൻ നോക്കി? ഇവിടുന്ന് ഉൾക്കാട്ടിക്കാ പോയിരിക്കുന്നത്. അങ്ങോട്ട് ഉൾക്കാടാ. ഇതുവഴി വന്നിട്ട് ഇങ്ങനെ പോകും. അതെ.
അല്ലേ? ഇതിൽ കൂടെ വന്നിട്ട് ഇതിൽ കൂടെ പോവും. പിന്നെ മെയിനായിട്ട് ഇതിൽ കൂടെ പോയിട്ട് അതിലൊരു വഴിയുണ്ട്. അവിടെയാണ് വെള്ളം കുടിക്കാനൊക്കെ ആന കയറ്റുന്നത്. വെള്ളം കുടിക്കാൻ വരുന്നത് അവിടെയാണ്. ഓക്കെ, നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കിയാലോ? അവിടേക്ക് പോവാം. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാട്ടിൽ കൂടെ നടക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? സൗണ്ട് ഉണ്ടാക്കാൻ പാടില്ല. സൗണ്ട് ഉണ്ടാക്കാൻ പാടില്ല. ഇപ്പോൾ ഒന്ന് നടക്കണമെങ്കിലും കൂടിയിട്ട് ഒന്ന് ശ്രദ്ധ എല്ലാവരും വെക്കണം. ഒന്നില്ലെങ്കിൽ ഒന്ന് ഫോക്കസ് ചെയ്യാം എല്ലാവരുടെയും. നമ്മളല്ലാണ്ട് നമുക്ക് വേറെ അപകടമായിട്ട് സൗണ്ട് വരുന്നുണ്ടോ ഇല്ലയോ അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ച് നടക്കണം. കെയറിങ്. പിന്നെ എന്തെങ്കിലും ലോങ്ങിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ വഴിക്ക് പോകാണ്ടിരിക്കുക. ആനയെ കണ്ടാൽ പിന്നെ അത് വഴിക്ക് പോകരുത്. അതിന് വഴിക്ക് പോകാൻ പാടില്ല. കണ്ടു കഴിഞ്ഞാൽ ആനയുള്ളിടത്ത് തന്നെ ഒരുപാട് ആനകൾ ഉണ്ടാവും പറഞ്ഞിട്ടാണോ? ഉണ്ടാവും. പക്ഷെ ചിലത് ഇണവിരിഞ്ഞു പറയും. ഇണവിരിഞ്ഞ അതിൻ്റെ ജോഡി പിരിഞ്ഞിട്ട് വേറെ സെപ്പറേറ്റ് ആയിട്ട് ആന നടക്കുന്നുണ്ട്. ഒരു ആന അങ്ങനെ നടക്കുന്നുണ്ട് പറയുന്നുണ്ടായിരുന്നു. അവിടെ ഉണ്ട്. അതാണ് ഡേഞ്ചർ. എന്തായാലും ഒരു ഭീകരമായ അന്തരീക്ഷമാണ് ഇവിടെ അല്ലേ? അതെ. കാര്യം ഈ സമയത്ത് പോലും നിഗൂഢത ഇവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ചേച്ചിമാരൊക്കെ നോക്കണ്ടേ എങ്ങോട്ടോ പോണേ? അയ്യോ, അങ്ങോട്ട് പോകരുതേ. ആനയുണ്ട് അവിടെ. ഈ കശുമാവൻ തോട്ടത്തിലുണ്ട്. ഇതിന്റെ അങ്ങേപ്പുറം അവിടെ അങ്ങനെ ഒരു കശുമാവൻ തോട്ടം ഉണ്ട്. അതിലാണ്. ഈ വഴി അതെ ഇവിടെ ഇങ്ങനെ വന്നേച്ച് ഇവിടെ ഇങ്ങനെ വന്ന് ഇങ്ങനെ അത് ആ വഴിക്കൂടെ ഇറങ്ങി വരും. ആ വഴിക്കൂടെ വരും. അങ്ങനെ എസ്റ്റേറ്റിൽ പോകും. ഒരു അരമണിക്കൂർ മുമ്പ്. ആന വന്ന വാഴ കളയും, ചക്ക സീസണിൽ ചക്ക കളയും. പിന്നെ ഒരു 2 പശുക്കളെ ചവിട്ടി ഒറ്റ തന്നെയാണ്. പിന്നെ ഞങ്ങൾ താമസിക്കുന്ന ഭാഗത്ത് വരും. ഞങ്ങൾ അവിടെയാണ് താമസിക്കുന്നത്. പിന്നെ അങ്ങേ അറ്റത്താണ് ഞങ്ങൾ. ഇവരുടെ വീടിന്റെ വാതിക്കൽ കൂടെ വരും. ഞങ്ങൾ കുറച്ചപ്പുറത്തായിരിക്കണേ. ഒന്നും മിണ്ടാതിരിക്കും. അത് തന്നെ പൊയ്ക്കോളും. പുലർച്ചയ്ക്ക് 5 മണിക്കാണ് വരുന്നത്. അത് വരുന്ന സമയത്ത് നമ്മൾ ഒന്നും സൗണ്ട് ഉണ്ടാക്കാതിരുന്ന അത് തന്നെ അതിൻ്റെ പാട്ടിൽ പോകും. നെല്ലുള്ള സമയത്ത് അവിടെ വന്നിട്ടാണ്. നിങ്ങൾ ഇപ്പൊ അങ്ങോട്ട് പോകണ്ട. അങ്ങോട്ട് അവർ അവിടെ ദേഷ്യത്തിൽ നിന്ന് ആൾക്കാർ മുടുക്കിയിട്ടുള്ള ദേഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ കണ്ടു കഴിഞ്ഞാൽ അവർ ആ ദേഷ്യം പതുങ്ങി നിൽക്കും. മിണ്ടാതെ ഇങ്ങനെ അനങ്ങാതെ നിൽക്കും. അത് എന്തായാലും ചേച്ചിമാരുടെ വാക്കുകൾ അവഗണിക്കുകയല്ല, ജസ്റ്റ് ഒന്ന് പോയി നോക്കുകയാണ്. അധികം ദൂരം അകത്തോട്ട് പോകുന്നില്ല, ജസ്റ്റ് ഒന്ന് പോയി നോക്കുകയാണ്. ആനകളെ ഈ സമയത്ത് കാണാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കുകയാണ്. അറിയില്ല, കാര്യം ഇവിടെ അടുത്ത് തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. അവർ കുറച്ചു മുമ്പേ കണ്ടെന്നാണ് പറയുന്നത്. ജസ്റ്റ് കയറി നോക്കാം. എന്തോ ഒന്ന് വിളിക്കണേ. ആന വരുമ്പോ ഒന്ന് വിളിച്ച് പറയണേ. അതില്ല, അവിടുന്ന് ആന കണ്ടാലേ ഒച്ച ഉണ്ടാക്കിയാൽ മതി. ഒച്ച ഉണ്ടാക്കി അടുത്തോട്ട് വരത്തില്ലൂ. അപ്പൊ ഓടി രക്ഷപ്പെടാം നമുക്ക്. അതേ നടക്കും. ഈ ആന എന്ന് പറഞ്ഞാലേ ആനയുടെ മാക്സിമം സ്പീഡ് 40 ഓക്കെ. അതുപോലെ ആനയ്ക്ക് സ്ട്രൈറ്റ് വ്യൂ മാത്രമേ കാണാൻ പറ്റൂ. അതായത് ഒരു 20 മീറ്റർ മാത്രമേ അതിൻ്റെ മുമ്പിലുള്ള വസ്തുവിനെ കാണാൻ പറ്റുള്ളൂ. നമ്മൾ ട്രയാങ്കിൾ ആകൃതിയിൽ ഓടിയാൽ മതി. ജസ്റ്റ് റൈറ്റ് പിന്നെ ലെഫ്റ്റ്. അപ്പോൾ ആനയെ ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പം മാക്സിമം ഒരു 40 മൈൽ സ്പീഡിലെങ്കിലും ഓടാൻ പറ്റണം നമുക്ക്. ഓക്കെ. ശബ്ദം ഉണ്ടാക്കല്ലേ പതുക്കെ. ഇതിൻ്റെ ഒരു 100 അടി അതിൽ കൂടെ ഒന്നുമില്ല. കയറി ഇറങ്ങി വരുന്നത്.
ഈ സൈഡിൽ ആന നിൽപ്പുണ്ട്. ആന നിൽപ്പുണ്ട്, പക്ഷേ എങ്ങനെ അവിടേക്ക് പോകാൻ പറ്റുമെന്ന് അറിയില്ല. ഓക്കെ, നമ്മുടെ ടീമിലുള്ള 2 പേര് പോയി നോക്കുന്നുണ്ട്. അവിടെ എന്താണെന്ന് മുന്നോട്ട് പോവാം. അവിടെ ചെന്നാൽ സ്വന്തം ഭാഗം പേടിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. നമ്മൾ ഈ കാണുന്നതാണ് ഇവിടെ ഈ അരുവിയിൽ വെള്ളം കുടിക്കാൻ വരുന്ന ആന എന്ന് പറയുന്നത്. ആന കൂട്ടമായിട്ടാണ് വരുന്നത്. കുറച്ച് ആനകളുണ്ട്. ക്യാമറയ്ക്ക് ഇത്രയും സൂമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ കാണാൻ പറ്റും, ഇത്രയും ബ്ലറായത്. കാര്യം കുറേ ദൂരത്തിലാണ് നിൽക്കുന്നത്. പിന്നെ ഇത് കൂട്ടമായിട്ട് വരികയും വെള്ളം കുടിച്ചിട്ട് തിരിച്ച് കാട്ടിലേക്ക് തന്നെ പോവുകയും ചെയ്യും. പക്ഷേ ET7 എന്ന് പറയുന്ന ഒരു ആനയുണ്ട്, അത് കൊമ്പനാനയാണ്. ആ ആനയാണ് രാത്രി സമയങ്ങളിൽ നാട്ടിലേക്ക് ഇറങ്ങുകയും ഇവിടുത്തെ കൃഷികൾ ഒക്കെ നശിപ്പിക്കുകയും അതുപോലെ തന്നെ ജീവികളെയൊക്കെ ചവിട്ടിക്കൊല്ലുന്ന ഉപദ്രവകാരിയ ഒരു ആനയുണ്ട്. അത് രാത്രി സമയത്താണ് ഇറങ്ങുന്നത്. നമുക്ക് അതിനെ കൂടി ഒന്ന് കാണാം. അതിനുവേണ്ടി നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ചാൽ T70 എന്ന് പറയുന്ന ഒരു ഒറ്റക്കൊമ്പനാണ്, ഒറ്റയാനാണ് ഇവിടെ ഉള്ളത്. അത് പല അക്രമകാരിയാണ്, പല വീടുകളിലെയും കൃഷിയൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. നമുക്കത് നേരത്തെ കാണാൻ പറഞ്ഞത്. ഈ സ്ഥലത്തേക്ക് ആരും ടൂറിസ്റ്റ് കേന്ദ്രമായാലും വരണ്ട, അങ്ങോട്ട് കയറാൻ കഴിയില്ല, ഫോറസ്റ്റിലേക്ക് കയറാൻ കഴിയില്ല. കാര്യം അവിടെ ഇലക്ട്രിക് ഷോക്ക് ലൈൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിലേക്ക് എൻട്രി ചെയ്യാൻ കഴിയില്ല. സോ ഇത് ജസ്റ്റ് കാണിക്കാന്ന് വെച്ചാൽ ഇവിടെ ജീവിക്കുന്ന ആളുകളുടെ കഷ്ടപ്പാട് കാണിക്കുക, അതുപോലെ തന്നെ എങ്ങനെയാണ് കാടിന്റെ ഉള്ളിൽ ഒരു അവസ്ഥ കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. അപ്പോൾ ബൈ, രാത്രി കാണാം. ആന ഇറങ്ങിയിട്ടില്ല കേട്ടോ. ആനയെ ഓടിക്കാനായിട്ട് പടക്കം പൊട്ടിക്കുന്നു. പക്ഷേ ആനയ്ക്ക് അതൊന്നും ഒരു പേടി പോലുമില്ല. അനങ്ങാതെ തന്നെ നിൽക്കുകയാണ് അവിടെ. അപ്പോൾ ടോർച്ചടിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും ആന അവിടെ നിൽക്കുന്നത്. ഈ ആനയാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. മീൻസ് ഇതേപോലെ കൃഷിയൊക്കെ നശിപ്പിക്കുന്ന ഈ ആനയാണ്.